KG ഫാമിലിയാണ്. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ വാഹനങ്ങളിൽ GPS സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ ഇപ്പോൾ ക്യാമറ നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുന്നത് CCTV, നമ്മുടെ വീടുകളിലാണല്ലോ ക്യാമറകൾ. ഇപ്പോൾ വണ്ടികളിലും ക്യാമറ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം സർക്കാർ പറയുന്നത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ പ്രമാണിച്ച് അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ സുരക്ഷ അവർക്ക് മൊബൈലിൽ കാണത്തക്ക രീതിയിൽ നമ്മൾ ക്യാമറ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാണ് ഇവിടുത്തത്. ഇത് കിരിക്കാടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം രാവിലെ ലിങ്ക് കൂടുതലുണ്ട് ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കാണിക്കാത്തത്. അപ്പോൾ ക്യാമറ ഇതിനകത്ത് ഫ്രണ്ടിൽ അത് ബാക്കിൽ അതുപോലെ ഡ്രൈവർ ക്യാബിനിൽ ഒരെണ്ണമുണ്ട്. യാത്രക്കാരകത്ത് കാണാത്ത രീതിയിലും ബാക്കി 3 ക്യാമറകളാണ് വണ്ടിക്കകത്ത് വെക്കുന്നത്. അപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മറക്കരുത്. ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇത് ഡ്രൈവറിൻ്റെ ഡ്രൈവർ ക്യാബിനാണിത്. ഡ്രൈവർ ക്യാബിൻ്റെ അടുത്ത് ഒരു ക്യാമറ ഇവിടെയാണ് വരുന്നത്. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അത് വാഹനത്തിൻ്റെ ഫ്രണ്ട് മൊത്തം കാണത്തക്ക രീതിയിൽ വാഹനം എവിടെയെങ്കിലും പോയി തട്ടോ പിടിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ കാണത്തക്ക രീതിയിലുള്ള ഫ്രണ്ട് ക്യാമറയാണ്. ഇത് വൈഫൈ ക്യാമറകളാണ്. പിന്നെ ഇതിന് നമ്മൾ വൈഫൈയുടെ ഒരു മോഡം ഉണ്ട്. ഈ മോഡം കൂടാണ് ഇത് കാണാം. ഇത് മോഡമാണ് വൈഫൈയുടെ. ഇതിനകത്ത് സിം ഇടുന്ന മോഡമാണ്, വൈഫൈ മോഡമാണ്. ഇതാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വൈഫൈ മുഖേനയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ അടുത്ത ക്യാമറ വരുന്നത് രണ്ടാമത്തെ ഇതാണ്. ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ വാഹനത്തിനകത്തിരിക്കുന്ന ആൾക്കാർ, അതായത് പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പാസഞ്ചേഴ്സിനെ കാണാനും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്യാമറ ഈ ക്യാബിനകത്തിന് ഈ അകത്തോട്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത് വരുന്ന ക്യാമറ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറകുവശത്ത് ഏറ്റവും പുറകിലായിട്ട് വരുന്ന ക്യാമറയാണ്. അത് ഏറ്റവും പുറകിൽ വരുന്ന ക്യാമറ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഏറ്റവും പുറകെ എമർജൻസി എക്സിറ്റ് വരുന്നതിൻ്റെ അടുത്തൊരു ക്യാമറ വരുന്നുണ്ട്. ആ ക്യാമറ ബാക്ക് വശം പൂർണ്ണമായിട്ടും ഡ്രൈവർക്ക് കാണാനും ബാക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമറ കൂടിയാണ്. അങ്ങനെ 3 ക്യാമറയാണ് ഇതിനകത്ത് നമ്മൾ 3 ക്യാമറയാണ് ഒരു വാഹനത്തിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം പ്രൈവറ്റ് വണ്ടികൾക്കെല്ലാം ടാക്സി വണ്ടികൾക്കെല്ലാം ക്യാമറ നിർബന്ധമാക്കി, സ്കൂൾ വണ്ടികൾക്കെല്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. വണ്ടി നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവരണം. ഒരു ദിവസത്തെ താമസം എടുക്കും. ഇപ്പോൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് റെഡിയാക്കി തരുന്നത്. പുതിയ ക്യാമറ സെറ്റ് ചെയ്ത് തരുന്നത്, ഫോണിൽ ആപ്ലിക്കേഷൻ റെഡിയാക്കി തരും. അപ്പോൾ ദയവായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.